പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ കുടുംബാംഗങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പേരുകൾ എഴുതുന്ന, നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച് വലിയ രോഗസൗഖ്യം, വിടുതൽ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കുന്ന പ്രാർത്ഥനയുടെ നിമിഷമാണ്. നമ്മുടെ ഈ എപ്പിസോഡിന്റെ പേര് തന്നെ അത്ഭുതങ്ങളുടെ വചനം എന്നാണ്. ഇന്ന് നമ്മൾ ഈ വചന ശുശ്രൂഷയിലേക്ക് വരാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഇപ്പോൾ ഏകാഗ്രമാക്കാം. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പരിശുദ്ധ സ്ത്രീത്വത്തിനെ സ്തുതി പറയാം. ബാവാപുത്രൻ രൂപായി നിത്യമഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂവിൽ വരണം, നിൻ തിരുഹിതമതു പുലരേണം. ബാവാപുത്രൻ രൂപായി നിത്യമഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂവിൽ വരണം, നിൻ തിരുഹിതമതു പുലരേണം. അത്ഭുതങ്ങളുടെ വചനം എന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ശനിയാഴ്ച രാത്രി 7 മണിക്കാണ്. ഒരു 3 മിനിറ്റ്സ് ഉള്ളൂ. പക്ഷേ ഈ ഒരു 3 മിനിറ്റ് കൊണ്ട് ധാരാളം മക്കൾക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് അനുഗ്രഹങ്ങൾ ലഭിച്ചുവെന്ന് അനേകം സാക്ഷ്യങ്ങൾ സിസ്റ്ററിനെ അറിയിച്ചു. ഇന്ന് നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 2 17 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. യുവാക്കൾ, ദാസീദാസന്മാർ, പുത്രന്മാർ, വൃദ്ധന്മാർ ഇവരുടെ മേൽ ആത്മാവിനെ വർഷിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന ഒരു വചന ഭാഗമാണ് ഇന്ന് അത്ഭുതങ്ങളുടെ വചനം നമ്മൾ കാണുന്നത്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോഴും, വീട്ടിലായിരിക്കുമ്പോഴും, ജോലി ചെയ്യുമ്പോഴും, ഓഫീസിലായിരിക്കുമ്പോഴും നിങ്ങളിപ്പോൾ ഇത് ശ്രമിക്കുമ്പോൾ ദൈവം അരുൾ ചെയ്യുന്നു അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രിപുത്രന്മാർ പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെയും ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 2 17 മുതൽ 21 വരെയാണ് നമ്മളിപ്പോൾ കണ്ടത്. എല്ലാ മക്കളും തിരുസഭയ്ക്ക് വേണ്ടി, തിരുസഭ അധികാരികൾക്ക് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി, രാഷ്ട്രീയ അധികാരികൾക്ക് വേണ്ടി, കേരള സഭയ്ക്ക് വേണ്ടി, തൃശ്ശൂർ അതിരൂപതയ്ക്ക് വേണ്ടി, എല്ലാ മിഷണറിമാർക്ക് വേണ്ടി, കുടുംബ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക്, ജോലിയില്ലാത്തവർക്ക്, വീടില്ലാത്തവർക്ക്, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക്, എല്ലാ വിദ്യാർത്ഥിനികൾക്ക്, ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ, നേഴ്സിംഗ് വിദ്യാർത്ഥികൾ, യുവതി യുവാക്കൾ, ബാലിക ബാലന്മാർ, വൃദ്ധസദനങ്ങളിലുള്ള മാതാപിതാക്കൾ, ജയിലറകളിൽ കഴിയുന്നവർ, സൈനിക സേവനം, കടലോരങ്ങളിൽ, മലയോരങ്ങളിൽ, വനാന്തരങ്ങളിൽ അനാഥരായി കഴിയുന്ന, ഭീതിയോടെ കഴിയുന്ന മക്കൾ, കർഷകർ, വ്യാപാരികൾ തുടങ്ങി എന്തൊക്കെ ആത്മഹത്യ, നരഹത്യ, ഭ്രൂണഹത്യ, അക്രമം, കൊള്ള, കൊല ഇവയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന മക്കൾ, ഡൈവേഴ്സ്, വിവാഹമോചനത്തിന് കാത്തിയ മക്കൾ, കലഹിച്ചു കഴിയുന്ന ദമ്പതികൾ, മാധ്യമ പ്രവർത്തകർ, കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ, സിസ്റ്ററിന്റെ കാർമൽ റൂഹ 33 പ്രേക്ഷിതർ, എല്ലാ ശുശ്രൂഷകർ, ധ്യാന കേന്ദ്രങ്ങൾ, വചന പ്രഘോഷകർ, ധ്യാന ഗുരുക്കന്മാർ, ഗായക സംഘം, അൾത്താര ബാലന്മാർ, വൈദികർ, സിസ്റ്റേഴ്സ് തുടങ്ങി എല്ലാ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഓരോ വിളിക്കും ഓരോ നിയോഗങ്ങൾ വെക്കുക. സിസ്റ്റർ ഇപ്പോൾ പറയാത്ത ഒരുപാട് നിയോഗങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. കടം മേടിച്ച് വീട് ജപ്തി, ഭീമമായ തുക കടത്തിലായിരിക്കുന്ന മക്കള് ഒക്കെ ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി യേശുവേ, മാതാവേ, യേശുവേ, മാതാവേ, യേശുവേ, യേശുവേ, യേശുവേ,
മാതാവേ മാതാവേ യേശുവേ യേശുവേ മാതാവേ മാതാവേ യേശുവേ യേശുവേ മാതാവേ മാതാവേ യേശുവേ യേശുവേ മാതാവേ. പ്രിയപ്പെട്ടവരെ, യേശു നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. നമ്മൾ ഇതിൽ തന്നെ ഇന്ന് കണ്ട അപ്പോസ്തല പ്രവർത്തനം 2:17 മുതൽ 21 വചനം, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷിക്കപ്പെടും. ഓരോ വിളിക്കും ഓരോ നിയോഗം നമ്മൾ വെക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഈ പ്രാർത്ഥന നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് രോഗസൗഖ്യ മേഖലകൾ കാണിച്ചു തരുന്നു. ഒരുപാട് മക്കളുടെ കണ്ണീരൊപ്പുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നു. ഈശോ നിങ്ങളുടെ വീടുകളിലെ ഉത്തിതനായ ഈശോ അനുഗ്രഹങ്ങളുമായിട്ട് നിങ്ങളെ സമ്പന്നരാക്കുന്നു. സുഭാഷിതങ്ങൾ 8:21. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് സമ്പന്നരാക്കുന്നു, അവരുടെ കലവറ നിറയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.